ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. യെസ്, നമ്മുടെ മെഡീവൽ കേരള, മധ്യകാല കേരളം എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചൊന്നായിരുന്നു പെരുമാൾസ് അല്ലെ. അപ്പൊ പെരുമാൾസിന്റെ തൊട്ട് താഴെ, പെരുമാൾസിന്റെ കീഴിലുള്ള ആളുകളായിരുന്നു, തൊട്ട് താഴെയുള്ള ടീമായിരുന്നു നാടുവാഴികൾ അഥവാ ചീഫ് ടൈൻസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അവര് അങ്ങനെ ഈ പെരുമാൾസിന്റെ കാലഘട്ടം, പെരുമാൾ ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യെസ്, ആദ്യമായിട്ട് നമ്മുടെ രാജഭരണത്തിൽ വന്ന രാജാക്കന്മാരായിരുന്നു പെരുമാൾസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ പെരുമാൾസിന്റെ അണ്ടറിലുള്ള ആളുകളായിരുന്നു നാടുവാഴികൾ എന്ന് പറഞ്ഞ. ഈ നാടുവാഴികളുടെ എന്തായെന്ന് പറഞ്ഞത്, ഈ പെരുമാൾസിന്റെ കാലത്ത് കൃഷിയൊക്കെ കൂടിയ സമയത്ത് ഓരോ നാടുകൾ തമ്മിൽ, അന്ന് നാടുകളല്ലേ, കൊളോത്ത് നാട് മുതൽ വേണാട് വരെയുള്ള ആ ഒരു നാടുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ഓരോ നാടുകളും സെപ്പറേറ്റ് ആയി മാറി. എന്നിട്ടോ ഓരോ നാടിനും ഓരോരോ എന്താണ് നാടുവാഴികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചീഫ് ടൈൻസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണ് സ്വരൂപം? അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് അല്ലെ. എന്താണ് സ്വരൂപം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോ മക്കളെ, ഇതാണ് നമ്മുടെ ചീഫ് ടൈൻസ്. ഓക്കെ, ഇതാണ് നമ്മളെ ചീഫ് ടൈൻസ് അഥവാ നാടുവാഴി കേട്ടോ. നാടുവാഴിയാണ് ഇദ്ദേഹം. ഈ ആളുടെ കയ്യിൽ, നമ്മുടെ നാടുവാഴിയുടെ അണ്ടറിൽ, ഇത് നാടുവാഴിയാണെങ്കിൽ നാടുവാഴിയുടെ അണ്ടറിൽ ഇങ്ങനെ കുറച്ച് പ്രദേശങ്ങൾ ഉണ്ടാവും അല്ലെ, കുറച്ച് പ്രദേശങ്ങൾ. ഈ നാടുവാഴിയുടെ കീഴിലെ കുറച്ച് പ്രദേശങ്ങളാണ് ഇത്. ആ പ്രദേശങ്ങളെയാണ് നമ്മൾ സ്വരൂപങ്ങൾ എന്ന് വിളിച്ചിരുന്നത് അല്ലെ. ഓരോ നാടുവാഴീസിന്റെ അണ്ടറിൽ എന്താ ഓരോരോ റീജിയൻസ് ഉണ്ടാവും അല്ലെ, പ്രദേശങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സ്വരൂപങ്ങൾ എന്ന് വിളിക്കുക. അത് മാത്രല്ല, നമ്മുടെ ഈ നാടുവാഴീസിന് കുറെ ഫാമിലി ഉണ്ട് കേട്ടോ. നാടുവാഴീസിന്റെ കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അച്ഛൻ, അമ്മമ്മ, വല്യച്ഛൻ എന്ന് പറയുന്ന ആളുകളൊക്കെ ഇല്ലേ. ഇവരെ എന്താണ് സ്വരൂപങ്ങൾ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. തന്നെ ഇവിടെയുള്ള തലമൂത്ത ആളുണ്ട്. തലമൂത്ത ആളെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലിയിലുള്ള, ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ് എന്ത്, ഈ ഒരു സ്വരൂപത്തിന്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സ്വരൂപം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. The region under the control of chieftain. chieftain എന്ന് പറയുന്നത് നാടുവാഴികൾ അല്ലെ. നാടുവാഴികളുടെ അണ്ടറിലുള്ള റീജിയൻസിനെയാണ്, പ്രദേശങ്ങളെയാണ് നമ്മൾ സ്വരൂപങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് നോക്കിക്കോ, ദ ജോയിന്റ് ഫാമിലി ഓഫ് ദ ചീഫ്റ്റൈൻ വാസ് ഓൾസോ നോൺ ആസ് സ്വരൂപം. അതായത് നാടുവാഴികളുടെ ഫാമിലിയിലെ മിസ് പറഞ്ഞില്ലേ, ആൾക്ക് ഫാമിലി ഉണ്ട്, ആ ഫാമിലീസിനെയും എന്താ സ്വരൂപങ്ങൾ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. Then the eldest member of the family become the ruler. അതായത് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളില്ലേ, ആ മൂത്ത ആളിനെ എന്താ വിളിച്ചിരുന്നെന്ന് അറിയോ? അതായത് അദ്ദേഹമായിരുന്നു എന്ത്, റൂളർ. അതിന്റെ റൂളർ ആരായിരുന്നു? യെസ്, അദ്ദേഹമായിരുന്നു, ആ മൂത്ത ആളായിരുന്നു. നോക്കിക്കോ എടാ, ഈ കുറെ പറഞ്ഞില്ലേ, ഒരുപാട് നാടുകളുണ്ട് അല്ലേ, ഒരുപാട് നാടുകളുണ്ട്. ഈ നാടുകളിലും ഓരോ നാടുവാഴീസാ. ഈ നാടുവാഴികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം കേട്ടോ. അന്ന് ഭയങ്കര യുദ്ധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഏതാണെന്ത്, there were disparities in wealth and military power among the നാഡോസ്. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ, ആധിപത്യത്തിന് വേണ്ടി, മെയിൻ ആയിട്ടുള്ള ആധിപത്യത്തിന് വേണ്ടി എന്താണ്, ചീഫ് ടൈൻസ്, നാടുവാഴികൾ തമ്മിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാല്. നമുക്ക് സ്വരൂപങ്ങളെ, പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ 4 പഠിക്കാണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മിസ് പറയുന്നതായിരിക്കും. പുതിയ പുതിയ കോഡുകളൊക്കെ യൂസ് ചെയ്ത് മിസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.